പെട്ടെന്ന് എന്നോട് ഞാൻ പറഞ്ഞു ഇടിക്കണം എനിക്ക് ഇടിക്കണം എനിക്ക് ഇടിക്കണം ഇനി മേലെ എവിടെ കണ്ട പാടാ അതെ അതെ ഞാൻ സ്റ്റേഷനിലാണ്. അപ്പൊ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ അതെ വൈഫിനെ വിളിച്ചോ, കാര്യങ്ങളൊക്കെ വൈഫ് ഡീൽ ചെയ്യും. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വൈഫിനെ വിളിച്ചോളൂ. വീട് പണിയുടെ എല്ലാ കാര്യങ്ങളും വൈഫ് ഏറ്റെടുത്തു. വെക്കോ, എനിക്കൊരു കോൾ ഉണ്ട്. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ, സാർ സാർ, ഓക്കെ സാർ. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാലും പോലീസുകാർക്കാണ് കിടക്കപ്പുറതില്ലാത്തത്. കഷ്ടമാണ്. സാർ. എടോ, ഇപ്പം മേളിൽ വിളി വന്നതാ. അവിടെ DDT പാർട്ടിയുടെ എന്തോ സമ്മേളനം നടക്കുന്നുണ്ട്, അവിടെ ഫോഴ്സിന് വിടണം. അതിനുള്ള ഏർപ്പാട് ചെയ്യണം. സാർ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. തായിരിക്കും. ADGPയുടെ പുതിയ സർക്കുലർ വന്നിട്ടുണ്ട്. എന്താ സാറേ? ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൈക്കൊള്ളാൻ. അല്ല, അത് വേണമല്ലോ, അത് ഉള്ളതാണല്ലോ. അല്ല, അതുണ്ട്. അത് മദ്യപിച്ച് വരുന്ന ആളിനെതിരെ മാത്രമല്ല, അവരുടെ മേലുദ്യോഗസ്ഥൻ ആരാണോ അവർക്കെതിരെ നടപടി എടുക്കാനാ. അതിന് നമ്മളെന്ത് തെറ്റ് ചെയ്തിട്ടാ സാറേ? നമ്മളൊന്നും ചെയ്തില്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ പേര് പലതും കാണിച്ചു കൂടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഏതൊക്കെയോ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥർ പ്രശ്നം ഉണ്ടാക്കി, മദ്യപിച്ചിട്ട് പബ്ലിക്കായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അത് ADGPയുടെ ശ്രദ്ധയപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കേണ്ടി വന്നേക്കുന്നത്. ഈ കീഴുദ്യോഗസ്ഥർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമത്? അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടത് മേലുദ്യോഗസ്ഥന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. സാറേ, ഇതിപ്പോ ഇവിടെ വരുന്ന ക്രിമിനൽസിനെയും ഉള്ള പിടിച്ചുപറിക്കാരൊക്കെ നമ്മൾ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും കൂടി നോക്കണം എന്ന് പറയുന്നത് വലിയൊരു കഷ്ടമുള്ള കാര്യമാണ് സാറേ. ഒരു കണക്കിനാണ് സാറേ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്ത് പോകണം. ഈ പറഞ്ഞ പോലെ 100 പ്രാരാബ്ധമായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശീതള, താനീ പറയണൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റുമോ? നമുക്ക് മേളിൽ വേറെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ. അപ്പോൾ അവർ തീരുമാനിച്ചിട്ട് അയക്കണതാണ് ഇതെല്ലാം. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. തൻ്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും പ്രശ്നക്കാരുണ്ടാ? ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ എന്തേലും പ്രശ്നം ഉണ്ടായി തനിക്കെതിരെ വല്ല നടപടി ഉണ്ടായിട്ട് എന്നോട് കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഹലോ ഹലോ സുഹൃത്തുക്കളെ, ആളുകൾ വരട്ടെ ആരും വന്നിട്ടില്ല. ഹായ്, നമസ്കാരം. വിടമാട്ടെ സത്യശീലൻ. ഓക്കെ സുഹൃത്തുക്കളെ, ഞാൻ നിൽക്കുന്നത് പപ്പടപ്പടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ്. പപ്പടപ്പടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നിന്നിട്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാണ്. അതായത്
ഈ പോലീസ് സ്റ്റേഷനിൽ ഒരൊറ്റ പോലീസുകാരും മര്യാദക്കാരായിട്ടുള്ള ആൾക്കാരില്ല. എല്ലാം കഞ്ഞികളാണ്, ഒരു കഥയില്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഏതെങ്കിലും വഴിയിൽ പതുങ്ങി നിൽക്കും ഇവിടെയുള്ള ഈ പോലീസുകാർ, കഞ്ഞി പോലീസുകാർ പതുങ്ങി നിന്ന് നമ്മുടെ പോക്കറ്റിലുള്ള പൈസ അടിച്ചു മാറ്റലാണ് ഇവരുടെ പ്രധാന പരിപാടി. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു പോലീസുകാരനുണ്ടല്ലോ, സത്യത്തിൽ ഇവൻ പോലീസ് ആവേണ്ട ആളല്ല, ഇവൻ തെങ്ങിന്റെ മുകളിൽ കയറേണ്ട ആളാണ്. ഇവൻ തെങ്ങ് കയറ്റക്കാരനാണ് ശരിക്കും. ആ ആളെ പിടിച്ച് പോലീസുകാരനാക്കിയ ഇങ്ങനെ ഇരിക്കും. ആള് ഭയങ്കര സാറേ നമസ്കാരം. ഭയങ്കര കിഴങ്ങനാണ്, വൃത്തികെട്ടവനാണ്. ഇവനെ പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്തോ, ഇടി കൊടുത്തോ. എന്നെ അവ ഇടിച്ചിട്ടുണ്ട്. സുഗതം പോലീസാണ്, സുഗതം പോലീസ് വന്നിട്ടുണ്ട്. അത് വേറൊരു പെരട്ട പോലീസാണ്, പെരട്ട പോലീസാണ്. ഞാൻ തിരക്കുടിക്കല അവിടെ കഴിച്ചിട്ടോ സാറേ? ഉണ്ടായിക്കടാ. അങ്ങൊന്നും കഴിച്ചില്ല സാറേ. വെള്ളടിച്ച് എന്ത് തെമ്മാടത്തും കാണിക്കാന്നാണ്. കുറച്ചു ദിവസമായിട്ട് ഇവിടെ ഉള്ളവന്റെ കളി വിളിച്ചകത്തിട്ടാലോ? വേണ്ട, വെറുതെ ചൊറിയാൻ കൊടുത്ത് ദേഹത്ത് തേക്കണ എന്തിനാണ്? പുള്ളിക്ക് എല്ലാ സ്റ്റേഷനിലും ഇത് തന്നെ പരിപാടി. മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അകത്ത് പിടിച്ചിടാടോ. അകത്ത് പിടിച്ചിട്ട് അവിടെ ഇട്ട് വാളും വെക്കും മൂത്രം ഒഴിച്ചിടും. അത് പിന്നെ ഞങ്ങൾ തന്നെ കഴുകേണ്ടി വരും. രണ്ടെണ്ണം കൊടുത്താലോ? കൊടുത്താൽ അവിടെ ബോധം കെട്ട് വീണിട്ട് മനുഷ്യാവകാശ കമ്മിറ്റി പോകും. എന്തിനാ പണി കളയണ? മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. പുതുസ്ഥലല്ല, ഞാൻ കളിക്കുന്ന എടാ എസ്തൈനോട് പറയാന്ന്. ക്രിക്കറ്റിനെ കളിച്ച സ്ഥലമാണ് സാർ. അത് ഞാൻ പറയാൻ പറഞ്ഞില്ല, മിണ്ടരുത്. കഴിച്ചില്ല സാറേ, ഒന്നും കഴിച്ചില്ല. സത്യം സാറേ, സോറി, പുറത്തിറക്ക. നോ പ്രോബ്ലം. സുഹൃത്തുക്കളെ, ഇപ്പൊ എന്നെ പിടിച്ച് തള്ളിയ ആളാണ് സുഗതം പോലീസ്. ആ പോലീസിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പിച്ചി ചീന്തി തുറന്ന് കാണിച്ചു തരാം. വിടില്ല ഞാൻ. വോയിസ് ഓഫ് സത്യശീലൻ. സാറേ ഓക്കെ സാർ, പൊതുസ്ഥലത്ത് മദ്യപിച്ച് ഒരു രണ്ടാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരങ്ങോട്ട് കടത്തിരുന്ന് ഞാൻ പണ്ട് വരാം. അതാ നിങ്ങളായിട്ട് സാറിന് കാവലിയൊക്കെയാണ്. പോയ അവനൊന്ന് ജോലി ചെയ്യാതെ അവിടെ ഇരുന്നോളൂ. അത് മനസ്സിലായി. വനിതാ പോലീസല്ലേ? നീ നിന്റെ ഡ്യൂട്ടി ആയി. ഉണ്ടൊക്കെ താത്തറ. എന്താ കാണിക്കണം? അവിടെ ഉറച്ചിരിക്കേ. സാറിനോട് പറഞ്ഞോ? ആ, എന്താണ് ചെവിന് പീടിയ? ഈ പൊട്ടിട്ടു സാർ. ഇരുന്നോട്ടെ. ഇതെവിടെ നമുക്ക് ഇവരെ? നമ്മുടെ LP സ്കൂളിന്റെ പിറകുവശത്തെ മതിലില്ലേ സാർ? ആ മതിലിന്റെ ബാക്കിൽ ഇരുന്നിട്ട് രണ്ടുപേരും പൊട്ടിച്ച് ഒഴിക്കുകയാണ് ഇങ്ങനെ കഴിക്കുക. അപ്പഴാ പിടിച്ചത്. എന്താ ഈ പൊതുസ്ഥലത്ത് വെച്ചിട്ട് മദ്യം കഴിക്കാൻ പറ്റില്ലെന്ന് അറിയില്ല. ഞങ്ങൾ കഴിച്ചില്ല സാർ. പൊളിച്ചിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിട്ട് അപ്പോഴൊക്കെ സാറന്മാർ വന്നു, ഞങ്ങൾ അത് കളഞ്ഞു. കഴിച്ചിട്ടില്ല? പൊട്ടിച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചോളൂ അല്ലേ? അത്രേ ഉള്ളൂ. എന്തിനാ? ആകാശത്തേക്ക് ഒഴിക്കാനോ? കുടിക്കാൻ തന്നെ. ഇപ്പൊ നിങ്ങൾ കഴിച്ചിട്ടില്ലേ? കഴിച്ചില്ലേ? ആ ബ്രീത്ത് അനലൈസർ എടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തേ. ഒറ്റയായിട്ട് കുടിച്ചിട്ടോ സാർ? കുഴപ്പമില്ല, കുടിക്കണ്ട. നോക്കട്ടെ കേട്ടോ. എന്താ പാല് കുടിക്കാൻ വന്നതാ? ഊതറ. എന്താ കളിക്കാണോ? ഊതറയില്ലേ? മതി 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 മതി. ഊതി പറപ്പിക്കേണ്ടത് എപ്പോഴും കംപ്ലൈന്റ് ആണല്ലോ. ഇത് എപ്പോഴും ശരിയാവും. അത് അയാളോ ഊതിപ്പിച്ചേ. അത് കംപ്ലൈന്റ് ആണ്. അത് കംപ്ലൈന്റ് ഒന്നുകൂടി ഒരു കഷ്ടം ആലോചിച്ചു. ഇന്നലെ കൂടി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ എങ്ങനെയാ അത് ശരിയാവാത്തത്? അല്ലത് സാറ് കഴിച്ചിട്ടുണ്ട്. അതെ, അത് കംപ്ലൈന്റ് ആണ്. അത് നിങ്ങളൊരു കാര്യം ചെയ്യ്. നിങ്ങൾ പോയിക്കോ.
ബീവറേജിന് 600 രൂപ മേടിച്ച സാധനം രാഘവട്ടനെ വീട്ടിൽ പോയി കഴിച്ചോളാം. ആയിക്കോട്ടെ. എന്താണ് ആ സാധനം തന്നിട്ടുണ്ടെങ്കിൽ രാഘവട്ടൻ നിനക്ക് 2 ബീഫ് റോസ്റ്റും കൂടി മേടിച്ചേ. ആയിക്കോട്ടെ. പോയടാ തല്ലുള്ളാ പോ. ചെല്ല്. സാറാ ചെല്ല്. ഇവിടൊക്കെ മാന്യതാണിക്കാനുള്ള പ്രശ്നം. നോക്ക്. അല്ല സാറേ അവര് ഇത് ഇപ്പോഴും അതെന്തോ ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിന്. അത് ഉണ്ടോന്നെ ഒന്നും കൂടെ ഊതിയേ, ഒന്ന് ഊതിയേ, ഒന്നും കൂടെ ഊതി ഊതറോ. കഴിച്ചിട്ടുണ്ട്. ഇന്നലെ കഴിച്ചത് കുറച്ച് ഓവറായിട്ട് മേലും കൈയൊക്കെ ഭയങ്കര വേനയായപ്പോൾ രാവിലെ ഒരു സ്വല്പം. അതേ, എല്ലാവരോടും കൂടി ഒരു കാര്യം ഞാൻ പറയാം. ADGPയുടെ സർക്കുലർ വന്നിട്ടുണ്ട്. ഇനി ഡ്യൂട്ടി ടൈമിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ മദ്യപിച്ചാൽ അയാൾക്കെതിരെ മാത്രമല്ല നടപടി എടുക്കുക, മേലുദ്യോഗസ്ഥർക്ക് വരെ പനിഷ്മെന്റ് ഉണ്ടാവും. അതേ ഈ പറയണത്. കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കേണ്ട സുഗത. വല്ലാത്ത അവസ്ഥയിലാണ് ഞാനൊക്കെ നിൽക്കുന്നത്. എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. 10 പൈസ ഈ കയ്യിലില്ല. നട്ടം തിരിഞ്ഞിട്ട നടക്കണത്. എനിക്ക് ഇവരെ ബാധിക്കും. അതുകൊണ്ട് ഈ പറയണത് പറഞ്ഞ മനസ്സിലാവില്ല. എന്ത് ചെയ്യും? ഒരു ചാൻസ് കൊടുക്കിനി അല്ല എന്താ ഞാൻ എനിക്കല്ലേ പറ്റിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു. പക്ഷെ എന്റെ മേലുദ്യോഗസ്ഥർക്ക് പറ്റുമെങ്കിൽ ഞാൻ നിർത്തി. ഓ, അത് തനിക്ക് മനസ്സിലാവാത്തോണ്ടായിരുന്നു. ഞാൻ നിർത്തി സാർ. സുധയ ഒരു കാര്യം പറഞ്ഞാൽ ഈ കളി നടക്കില്ല കേട്ടോ. സീരിയസ് ആയിട്ടാ പറഞ്ഞ ഈ കളി നടക്കില്ല. നിർത്തി സാർ. വലിയ വിഷയമാണ് കേട്ടോ. ഇല്ല ഉണ്ടാവില്ല സാറേ. വല്ല കാര്യം ഉണ്ടാവും രാവിലെ. സുഖി, താൻ എപ്പോഴും ഈ മേശ താങ്ങിയാണ് നിൽക്കണമെന്നില്ല. വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആ സുഗതന്റെ നേരെ ഒരു കണ്ണു വേണം. ഓക്കെ സർ. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.